അസ്സലാമലൈക്കും. ഇന്നലെ ഞാനൊരു ഐസ്ക്രീം പോസ്റ്റ് ചെയ്തത് പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സൽമാൻ ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീം ആയിരുന്നു അത്. ഐസ്ക്രീം വളരെ ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. കാരണം ഇനി ഇങ്ങനെ വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടി വ്യൂവേഴ്സായ 2 വയസ്സുള്ളൊരു മോനുണ്ട്, അസ്മി. പിന്നെ 5 വയസ്സുള്ളൊരു മോളുണ്ട്, നസ്വിൻ എന്ന് പറഞ്ഞിട്ട്. 2 പേർക്കും എൻ്റെ പ്രത്യേക ഹായ്. ഷാർജയിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഇഷാൻ കുട്ടിക്കും ഒരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു വ്യൂവറായ പട്ടാമ്പി ബഷീർ, അദ്ദേഹം എനിക്ക് എഴുതിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് സക്കീർ ഹുസൈൻ, അദ്ദേഹം ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂടാണ് താമസിക്കുന്നത്. 8ന് നാട്ടിൽ വരുന്നു. അപ്പൊ പ്രത്യേകം ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 പേർക്കും എൻ്റെ പ്രത്യേക ഹായ്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഴി ബിരിയാണിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇതിന്റെ മസാല ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ കിഴി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ കമന്റ് ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കിഴി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 8 പീസ് ചിക്കനെ എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലത്തെ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു 8 പീസിന്റെ കണക്കാണ് ഞാൻ ഇനി പറയുന്നത്. ഈ ചിക്കൻ നന്നായിട്ട് ഞാൻ കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പുരട്ടാനുള്ള മസാല ഇനി തയ്യാറാക്കാം. മസാല തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതായത് ഇതുപോലെ 1 പിടി. അതുപോലെ തന്നെ 1 പിടി പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ അതിനനുസരിച്ച് ഈ മുളകിന്റെ എണ്ണം കുറയ്ക്കാം. അപ്പം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, 1 ടീസ്പൂൺ മതിയാകും. കാരണം പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ടല്ലോ. ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം കൂടരുത്. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ മല്ലിയുടെയും പുതിനയിലേക്ക് കൂടെ അരച്ചില്ലേ, ആ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പൊളിച്ചിട്ടിട്ട് അരച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതിൻ്റെ പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നീട് ഈ പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ ഞാൻ മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ അടച്ച് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി വെള്ളത്തിലിടാം. ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ക്ലാസിക് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല. ഇപ്പം ഞാനിത് കാണിക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഏത് റൈസാണ് ഉപയോഗിച്ചതെന്ന്, അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാനിത് 250 ml കപ്പിൽ 4 കപ്പ് റൈസ് ഈ ഒരു ബൗളിലേക്ക് ഇടുവാണ്. ഞാൻ 4 കപ്പ് ഇട്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇടണം എന്നില്ല. നിങ്ങളുടെ പാകത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇനി ഈ റൈസ് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഈ അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഇനി ഒരു 20 മിനിറ്റ് വെക്കും. 20 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് വേവിക്കത്തുള്ളൂ. അപ്പം ഇത് ഞാൻ മാറ്റി വെക്കാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ ഒരു മസാല ചേർക്കും. ആ മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കാസ്റ്റ് അയണിന്റെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ
ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ഈ ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ടേസ്റ്റ് അത്ര നന്നാവില്ല. എണ്ണയുടെ ചൂടാകുമ്പോഴേക്കും ഞാനിവിടെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ 5 ഏലക്കായയും 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഈ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, അതുകൊണ്ട് ഈ സ്പൂൺ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഇത് കാസ്റ്റ് അയൺ ആണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 സവാള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ് 3 എണ്ണം ഞാനിവിടെ എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതുപോലെ വഴണ്ട് വരുമ്പോഴേക്കും ഞാനിവിടെ ഇതുപോലെ ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്. ഈ പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇതുപോലെ തന്നെ ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും കൂടി ഇതിലേക്ക് ചെറിയിട്ട് കൊടുക്കാം. ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നമ്മൾ ചേർത്ത പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനി നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടതൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ തണുക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും പിന്നെ ഇതുപോലെ സവോളയും കൂടി ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇപ്പം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത് കേട്ടോ. ഒരു പേസ്റ്റ് പോലെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് മാത്രമേ നമ്മളിത് അരച്ചെടുക്കാവൂ. ഇനി ഇതേ പാനിലിട്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച ഇതിലേക്ക് ഞാനിവിടെ ഒരു 10-20 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എല്ലാം കൂട്ടിയിട്ട് ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഈ പാനിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഉണ്ടോ ഇവിടെ ചൂടായി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മസാല പറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ടതും തന്നെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് നീക്കി കൊടുക്കണം. ഇത് കാസ്റ്റ് അയണിന്റെ പാൻ ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് ഇട്ടോടം തന്നെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുന്നത് ഒഴിവാക്കാം. ഇനി ഇതേ പാനിലിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയും കൂടി തയ്യാറാക്കുന്നത്. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുക്കേണ്ടത്. ഇതിവിടെ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് ചെറിയ തിള വരുന്നത്. ഇനി ഇതിലേക്ക് ഈ അരിക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്, കണക്കിന് വേണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 ഗ്രാമ്പൂ, 2-3 ചെറിയ പീസ് പട്ട, 2 പീസ് ഏലക്ക, ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കണം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളക് ഞെട്ട് കളയാതെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില, പിന്നെ കുറച്ച് മല്ലിയില. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഇനി ഒരു 95% വെന്താൽ മതി കേട്ടോ. ഒരുപാട് വേണ്ട ആവശ്യമില്ല, വെന്ത് പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതൊന്ന് വേഗട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ തിരിച്ചിടാം. ഓരോ പീസും എടുത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ പച്ചമുളകും ഇലയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇനി ഒരു കളർ ചേഞ്ച് ഇല്ല കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഈ ഓയിൽ കളയണ്ട. ഈ ഓയിലാണ് നമ്മൾ ഇനി ബാക്കി മസാല തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുക്കരുത്. കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അരി ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. കാരണം ഇനി ഇരുന്നാൽ ഇത് ഒരുപാട് വെന്ത് പോകും. കണ്ടോ, ഇതാണ് അരിയുടെ പരുവം. ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന അതേ എണ്ണ തന്നെയാണ്. ഞാനിവിടെ കുറച്ച് എണ്ണ മാത്രമല്ലേ എടുത്തുള്ളൂ, അപ്പം അതുകൊണ്ട് പാകത്തിനുള്ള എണ്ണയുള്ളൂ. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് കഴുകാത്ത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് ഈ അരപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓയിൽ ഒരുപാട് എടുക്കരുതെന്ന്. നിങ്ങൾ എടുക്കുന്നതിൽ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പാകത്തിനുള്ള ഓയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അരപ്പിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കണം. ഇതുപോലെ കാസ്റ്റ് അയണിലെ പാനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയെടുത്താലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ഏത് പാനാണോ ഉള്ളത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കിസ്മിസും കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെളിച്ചം അടിക്കുന്നത് കൊണ്ട് എത്ര ഈ ക്യാമറയിൽ കളർ കാണിക്കുന്നതെന്ന് അറിയില്ല. നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് ഒരു യെല്ലോ കളർന്ന ഗ്രീൻ കളർ കേട്ടോ. ഇപ്പോൾ മസാലയും ചിക്കനും ഒക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് മതിയാകും. 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് എങ്ങനെയാണ് കിഴി കെട്ടുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മസാല ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ശരിക്കും നല്ല കാഷ്നട്ടും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തപ്പോഴേക്ക് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് നമുക്കിതിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ കിഴി നമ്മൾ വാഴയിലയിലാണ് കെട്ടുന്നത്. അപ്പോൾ വാഴയിലയൊന്ന് വാട്ടിയെടുക്കണം. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നമുക്ക് ഈ വാഴയിലയൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ കുറച്ച് സാഫ്രോൺ 1 ടേബിൾ സ്പൂൺ പാലിൽ കലക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ തന്നെ കലക്കി വെക്കും, എങ്കിൽ മാത്രമേ ആ സാഫ്രോണിന്റെ സത്ത് ഈ പാലിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ കുറച്ച് പൈനാപ്പിൾ സ്ലൈസ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഫോയിൽ ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇതിന് പുറത്തേക്ക് ഈ വാഴയില ഇങ്ങനെ വെച്ച് കൊടുക്കണം. അഥവാ വാഴയില കീറിപ്പോയാലും അടിയിൽ ഫോയിലുണ്ട്. ഇനി ഇതുപോലെ ഒരു കുഴിവുള്ള ബൗൾ എടുക്കണം. ഗ്ലാസ് ബൗൾ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ബൗൾ എടുത്താൽ മതി. ഈ ഇല ഇങ്ങനെ ഈ അകത്തേക്ക് ഇങ്ങനെ കുഴിച്ചു വെച്ച് കൊടുക്കണം. കാണാമോ? ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കിഴി കെട്ടാൻ സൗകര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. താത്തി വെച്ച് കൊടുക്കണം. കണ്ടോ? കാണാമല്ലോ. ഇതിനുള്ളിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രേവിയോടുകൂടി ചിക്കൻ്റെ 2 പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിന് പുറത്തേക്ക് ഗ്രേവിയും കൂടി വെച്ചു കൊടുക്കണം കേട്ടോ. വീണ്ടും ഇതിന് മുകളിലേക്ക് റൈസ് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഈ സാഫ്രോൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓണിയനും കാഷ്നട്ടും കിസ്മസും കൂടി വെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് വെച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു മുട്ട കൂടി വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കിഴി കെട്ടാം. ഇത് കിഴി കെട്ടാനായിട്ട് ഞാൻ വാഴനാര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാനിനി ഇത് പുറത്തെടുത്തിട്ട് ഈ വാഴനാര് കൊണ്ട് ഇതൊന്ന് കെട്ടാണ്. ഞാനിത് കെട്ടിയിട്ട് കാണിച്ചു തരാം. ഞാനിതിവിടെ കിഴി കെട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇനി ഇത് ഇതുപോലെ തന്നെ ഈ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് ആവിയേറ്റുമാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതേ കണ്ടോ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു തട്ട് മതി. ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിന് മീതെ നമുക്ക് ഈ കിഴി വെച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഫോയിൽ കൊണ്ട് മൂടി എന്താണെന്നറിയാവോ, ഇതിന് ഇല വന്നിട്ട് ചെറിയ ഇലയാണ്. അപ്പം അതുകൊണ്ടാണ് വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തത്. ഇതൊരു വലിയ ഇലയുടെ കിഴിയാണ്, അതുകൊണ്ട് നമുക്ക് ഫോയിലിൻ്റെ ആവശ്യമില്ല. ഇത് ആവി കയറിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ടോപ്പ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പം ഇതിവിടെ ഇരുന്നോട്ടെ. നല്ല ടൈറ്റ് ചെയ്തൊന്ന് അടച്ചു കൊടുക്കണം. ഇനി ഞാനിത് ഒരു 5 മിനിറ്റ് ഇതുപോലെ ആവിയേറ്റിയെടുക്കും. ഇതിവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ കിഴിയെ പുറത്തെടുത്ത് സെർവ് ചെയ്യാം. ഓ, തുറന്നപ്പോൾ തന്നെ നല്ല ഒരു മണം വരുവാണ് കേട്ടോ. നല്ല ചൂടാണ്. ഇതിൻ്റെ ടോപ്പിലുള്ള ലീഫ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മുടെ കിഴി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ലീഫ് കുറച്ച് ചെറിയ ലീഫായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അടിയിലേക്കൊരു ഫോയിൽ വെച്ചത്. രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയ ലീഫാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ആവിയേറ്റിയെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ ലീഫാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തുറക്കും മുന്നേ തന്നെ എന്താ മണമെന്നറിയാവോ? ഞാനിത് കാണിച്ചു തരാം. എനിക്ക് നല്ല ഒരു മണമാണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ നേരം ഈ മസാലയും കൂട്ടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. കണ്ടോ, പൈനാപ്പിളൊക്കെ നല്ല ആവിയേറിയിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ഞാനിത് ഒരു സ്പൂണ് കഴിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. കഴിക്കാൻ നേരം നമ്മളിതുപോലെ നല്ലോണം മിക്സ് ചെയ്യണം. കാരണം അതിൻ്റെ മസാലയൊക്കെ സെൻറ്ററിൽ ഇരിക്കുകയല്ലേ. മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴിക്കാനുള്ളത്. ശരിക്കും നല്ല ഒരു കുരുമുളകിൻ്റെയും പച്ചമുളക്, മല്ലിയില, പുതിനയിലൊക്കെ വന്നിട്ട് ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താൽ മാത്രം പോരാ, തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു സ്പൂൺ കഴിക്കാമെന്ന ഞാനാണ്. ശരിക്കും എൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇപ്പോൾ 2ാമത്തെ സ്പൂണും എടുത്തു. നല്ല ടേസ്റ്റാണ്. കിഴി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.